ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നാരായണീയത്തിൻ്റെ 75ാമത്തെ ദശകമാണെന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ 74ാം ദശകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ ധനുർയാഗത്തിന് അവിടെ എത്തിയ കാര്യം, മധുരാപുരിയിലെത്തിയ കാര്യം, അവിടെ വില്ലൊടിച്ച് ആ ശബ്ദം കേട്ട് കംസന് ആകെ മരണഭയം കൂടിക്കൂടി വന്നു. തന്നെ വധിക്കാനുള്ള ദേവകിയുടെ 8ാമത്തെ പുത്രൻ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കംസന് ഒരുപാട് ഉറങ്ങാൻ പോലും കംസന് കഴിഞ്ഞില്ല എന്നും ഒരുപാട് ദുസ്വപ്നങ്ങളും ദുശകുനങ്ങളും ഒക്കെ കണ്ടു എന്ന് പറയുന്നു. അങ്ങനെ കംസൻ വളരെ മരണഭീതിയിൽ കംസൻ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ദിവസം മല്ലയുദ്ധമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബലരാമനെയും കൃഷ്ണനെയും ഒക്കെ അതിനു വേണ്ടി പിറ്റേ ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത പ്രഭാതത്തിൽ ഈ മല്ല യുദ്ധരംഗത്തേക്ക് വരുന്ന സമയത്ത് ആ പ്രവേശന ദ്വാരത്തിൽ കുവലയാപീഠം എന്ന ആനയുണ്ടായിരുന്നു. ആ ആനയായിട്ട് ഭഗവാൻ മല്ലിടുന്ന കാര്യം, ആ ആനയെ പോലും ചുഴറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ കൊമ്പ് പറിച്ചെടുത്ത് അതിൻ്റെ കൊമ്പിൻ്റെ അടിയിലുള്ള മുത്തുകൾ എടുത്ത്, ആ മുത്തുകൾ അങ്ങനെ കൊമ്പിനടിയിൽ മുത്തുകളുണ്ടെന്നാണ് വിശ്വാസം. ആ മുത്തുകളെടുത്ത് ഉദ്ധവരെടുത്ത് പറഞ്ഞിട്ട് ഇതുകൊണ്ട് രാധയ്ക്ക് മനോഹരമായ മാല ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഭഗവാൻ രാധയെ മറന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ആനയായിട്ട് കുവലയാപീഠം എന്ന ആനയായിട്ട് പിന്നെ ഭഗവാൻ എന്താ പറയുക, അതിനെ നേരിടുന്ന സമയത്ത് പോലും അതിൻ്റെ കാലിൻ്റെ ഇടയിലൊക്കെ കൂടെയൊക്കെ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. അപ്പം ആ ഒരു ദൃശ്യം വളരെ ആനന്ദകരമായിരുന്നു എന്ന് പറയുന്നു. കാരണം ഭഗവാൻ അങ്ങനെയാണല്ലോ, ആനന്ദത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ ബ്രഹ്മചൈതന്യം സാക്ഷാത്തായിട്ട് പ്രകാശിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം. കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ആ ആനന്ദം തന്നെ സാന്ദ്രമായതാണ്, അല്ലെങ്കിൽ ആനന്ദം തന്നെ ആണ് നമ്മൾ ആ ഗുരുവായൂരിൽ കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ബ്രഹ്മചൈതന്യമാണ് ഇവിടെ മധുരയിലെ ജനങ്ങളും ഈ ഒരു മല്ലയുദ്ധത്തിന് വരുന്ന ആ ഒരു കൃഷ്ണനിലൂടെ കാണുന്നത്. പിന്നെ ആ കുവലയാപീഠം എന്ന ആനയെ എടുത്ത് ചുഴറ്റി എറിഞ്ഞ് അതിൻ്റെ കൊമ്പും ഒക്കെ എടുത്തുകൊണ്ട് ആ കൊമ്പും പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന കൃഷ്ണനും രാമനും എല്ലാവരിലും ഒരുപാട് കൗതുകമുണർത്തി. അങ്ങനെ പിന്നെ ഇനി മല്ലയുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബലരാമൻ നേരിട്ടത് മുഷ്ടികനെയാണ്. ബലരാമൻ്റെ മുഷ്ടിപ്രഹരമേറ്റ് മുഷ്ടികൻ മരിച്ചു. പിന്നെ കൃഷ്ണൻ ചാണൂരനെയാണ് നേരിട്ടത്. അങ്ങനെ ചാണൂരന് ചുറ്റി ഭഗവാൻ അവൻ്റെ സന്ധികളെല്ലാം അടിച്ച് തകർത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മല്ലയുദ്ധത്തിൽ സർവ്വവ്യാപിയായിട്ടുള്ള ആ ഒരു വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അപ്പോൾ കംസൻ പറഞ്ഞു, ഈ ഒരു മല്ലയുദ്ധത്തിൽ കൃഷ്ണനും രാമനും ഈ ചാണൂരനെയും മുഷ്ടികനെയും ഒക്കെ വധിച്ചത് കണ്ടപ്പോൾ കംസനാകെ പരിഭ്രമമായിട്ട് പറഞ്ഞ് ഇവരെ ഇവിടുന്ന് ഓടിക്കണം. അപ്പോൾ ഈ ഒരു വാദ്യഘോഷങ്ങൾ, ഒരു വിജയത്തിന് ശേഷം വാദ്യഘോഷവും പെരുമ്പറയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ആ പെരുമ്പറയൊക്കെ മുഴക്കിക്കൊണ്ട് നിന്നപ്പോൾ കംസൻ അത് സഹിക്കാൻ പറ്റിയില്ല. കംസൻ പറഞ്ഞു അതെല്ലാം നിർത്തി വയ്ക്കാൻ പറഞ്ഞു. കാരണം കംസനാകെ ഭയമായിരുന്നു. അപ്പോൾ കംസൻ തൻ്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനൻ, വാസുദേവർ ഇവരെയൊക്കെ വധിക്കാനും പിന്നെ പറഞ്ഞു ഈ കൃഷ്ണനെ ഇവിടുന്ന് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടിക്കാനും പൃഥ്വിയോട് ആജ്ഞാപിച്ചു. പക്ഷേ ഭഗവാനെ എവിടേക്ക് ഓടിക്കാനാണ്? ഭഗവാൻ സർവ്വതിലും വ്യാപിച്ച് ഇരിക്കുന്ന ഭഗവാനെ എവിടേക്കാണ് ഓടിക്കുക? അങ്ങനെ കൃഷ്ണൻ ഗരുഡൻ പർവ്വതത്തിൽ പോയി വീഴുന്ന പോലെയാണ് കൃഷ്ണൻ ആ ഒരു
മാളിക മുകളിൽ തൻ്റെ മഞ്ചത്തിലിരിക്കുന്ന കംസൻ്റെ നേർക്ക് ചാടി വീണു. എന്നാൽ കംസൻ്റെ കയ്യിൽ വാളമൊക്കെ ഉണ്ടായിരുന്നു. ആ വാളൊക്കെ പിടിച്ചുകൊണ്ട് എതിരിടാൻ വന്ന കംസനെ പക്ഷെ ആയുധമില്ലാതെയാണ് ഭഗവാൻ കൃഷ്ണൻ നേരിട്ടത്. പക്ഷേ ഭഗവാൻ കംസനെ പിടികൂടി ഒന്ന് ഞെരിച്ചു. ആ ഞെരിച്ചപ്പോൾ തന്നെ ഒന്ന് അമർത്തി പിടിച്ചപ്പോൾ തന്നെ കംസൻ്റെ പ്രാണൻ പോയി എന്നും അങ്ങനെയാണ് കംസനെ വധിക്കുന്നത്. ഒരുപാട് പണിപ്പെടേണ്ടി വന്നില്ല. കാരണം മരണഭയം കൊണ്ട് കംസൻ്റെ പ്രാണൻ ഏകദേശം പോയി തീർന്നിരുന്നു അപ്പം തന്നെ. അപ്പോൾ ആ ആത്മാവ് പെട്ടെന്ന് ഭഗവാനിലേക്ക് ലയിച്ചു. അങ്ങനെ കംസന് മുക്തി ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഭയത്തോടെയാണെങ്കിലും ഭഗവാനെ ചിന്തിച്ചിരുന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ആ ഒരു ചിന്ത തന്നെ ഭയങ്കര തീവ്രമായിരുന്നു. അങ്ങനെ ഭഗവാനെ പേടിയോടുകൂടിയാണെങ്കിൽ എപ്പോഴും സദാ വിചാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് കംസന് പെട്ടെന്ന് മുക്തി ലഭിച്ചു. അങ്ങനെ കംസൻ്റെ സഹോദരന്മാർ കംസനെ വധിച്ചത് കണ്ട് രാമകൃഷ്ണന്മാരെ ഒക്കെ അവരോട് നേരിടാൻ വേണ്ടി ഓടിയെത്തി. എന്നാൽ ഈ 8 സഹോദരന്മാരുണ്ടായിരുന്നു കംസന്. അവരെയും എല്ലാവരെയും ബലരാമനും കൃഷ്ണനും നേരിട്ട് വധിച്ചു. അങ്ങനെ പിന്നീട് ദേവകിയെയും പിന്നെ വസുദേവരെയും ഒക്കെ കൃഷ്ണനും രാമനും കൂടെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പ്രസവിച്ചതിന് ശേഷം ദേവകി ആദ്യമായിട്ടാണ് തൻ്റെ മകനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ ആനന്ദമഗ്നരായി അവർ എന്നും. പിന്നെ ഉഗ്രസേനൻ കംസൻ്റെ സ്വന്തം പിതാവായ ഉഗ്രസേനനെ തടവിലാക്കിയാണ് ശരിക്കും കംസൻ ഇത്രയും കാലം രാജ്യം ഭരിച്ചത്. ആ ഉഗ്രസേനനെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയും ആ രാജ്യം ഉഗ്രസേനനെ തന്നെ മധുരാപുരി ഭരിക്കാൻ ഉഗ്രസേനനെ തന്നെ വീണ്ടും രാജാവാക്കി. എന്നാൽ ഉഗ്രസേനന് പ്രായാധിക്യം കൊണ്ടൊക്കെ ആയിരിക്കും അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് രാജ്യം ഭരിച്ചത്. അങ്ങനെ പക്ഷേ തൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രമൊക്കെ പഠിച്ച ഉദ്ധവരെയാണ് പ്രധാനമന്ത്രിയായിട്ട് വെച്ചത്. അങ്ങനെ തൻ്റെ സഖാവായ തൻ്റെ ഊണിലും ഉറക്കത്തിലും തൻ്റെ കൂടെ നടന്ന ഉദ്ധവരെ പ്രധാനമന്ത്രിയാക്കി. ഉദ്ധവരെ തന്നെയാണ് രാജ്യം ഭരിച്ചതെന്ന് പറയാം. അങ്ങനെ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങളൊക്കെ നന്നായിട്ട് പൂർത്തിയാക്കുകയും പിന്നെ അങ്ങനെ മധുരയിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഭഗവാനോട് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. തൻ്റെ രോഗങ്ങൾക്ക് ഒരു ശാന്തി തരണേ ഭഗവാനെ, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കും അതുപോലെ ഭഗവാനോട് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ആ ഒരു ആത്മശക്തി തരണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ പാരായണം ചെയ്യാം. 75-ാമത്തെ ദശകം കംസവധം ധ്യാനം. പീതാംബരം കരവിരാജിത് ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരം അന്തഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. 75-ാം ദശകം കംസവധം. ആദ്യം നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം എന്ന് ചൊല്ലും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. 75-ാം ദശകം കംസവധം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ നമ. പ്രാതസന്ദ്രസ്തഭോജക്ഷിതിപതി വജസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഗേരാജ്ഞാം ച മഞ്ജാൻ അഭിയയുഷി ഗധേ നന്ദഗോപേ ബിഹാർമ്യം കംസേ സൗധാതിരൂഢേ ത്വമഭി സഹബല സാനുഗ
चारुवेशो रङ्गद्वारां गदो भूकुविद कुवलया पीडनाघावलीढं पापिष्ठा अपेहि मार्गाद्रुतमिति वचसा निष्ठूरक्रुद्धबुद्धेरम्बष्टस्य प्राणाद् अधिगजवजुषा हस्तिना गृह्यमाणः केलिमुक्तोऽध गोपीकुजकलशर्चिरस्पर्धिनं कुम्भमस्य व्याहत्यालीयदास्त्वं शरणभुवि पुनर्निर्गतो वल्गुहासि हस्तप्राप्यो अप्यगम्यो झटिति मुनिजनसेव्य धावन् गजेन्द्रं क्रीडन् आपात्य भूमौ पुनरभिवदतस्तस्य दन्तं सजीवं मूलादुन्मूल्य तन्मूलगमहितमहामौक्तिकान् आत्ममित्रे प्रादास्त्वं हारमेभिर्ललितविरचितं राधिकायै दिशेदि गृह्णानां दन्तमंसे युधमध हलिना रङ्गमङ्गाविशन्दं त्वां मङ्गल्या अङ्गभगीरभसहृदमनो लोचनावीक्ष्य लोकाः हंहो धन्यो हि नन्दो नहि पशुपाल अङ्गनानो यशोदा नो धन्ये क्षणा समस्त्रिजगदि वयमे वेदि सर्वेश शंसुः पूर्णं ब्रह्मैव साक्षात् निरवधि परमानन्दसान्द्रप्रकाशं गोपेषु त्वं विलासेर्न खलु बहुजनैस्तावदा वेदितो भू दृष्ट्वा तत्त्वां तदेदं प्रथममुपगते पुण्यकाले जनौघाः पूर्णानन्दाविपापा सरसमभिजगुः त्वत्कृतानि स्मृतानि चाणूरो मल्लवीरस्तधनु नृभगिरा मुष्टिको मुष्टिशाली त्वां रामं चाभिपेदे झडझडिति मिथो मुष्टिपादादिरूक्षम् उत्पादा आपदा आकर्षणविविधरणा न्यासदां तत्र चित्रं मृत्यो प्रागेव मल्लप्रभुरघम् अधयं भूरिशो बन्धमोक्षान् हादिक्कष्टं कुमारो सुललितवपुषौ मल्लवीरौ कठोरौ न द्रक्ष्यामो व्रजां त्वरितमिति जने भाषमाणे तदानीं चाणूरं तद् करोद् ब्राह्मणविगलदसं प्रोधायामासिदोर्व्यां पिष्टो अभून्मुष्टिकोऽभि द्रुतमदहलिना नष्टशिष्टैर्ददावे कंसः संवार्य तूर्यं खलमतिरविधन् कार्यं नार्यन् पितांस्तान् आहन्तं व्याप्तमूर्तेस्तव च समशिषद दूरमोत्सारणाय रुष्टो दुष्टोक्तिभिस्त्वं गरुडैव रिधिं मञ्जन् उदञ्जद खड्गवाव्या वल्दु संग्रहमपि चहडात् प्राग्रहीर् सद्यो निष्पिष्टसन्धिं भुवि नरपथिम् आपात्यतस्योपरिष्टात् त्वय्यावात्ये तथैव त्वदुपरि पतिता नागिनां पुष्पवृष्टिः किं ब्रूमस्तदानीं सततमपि भिया त्वद्गदात्मा सभेजे सायुज्यं त्वद्वेदोत्था परमपरमणीयं वासनाकालनेमेः तद्भ्रातृनष्टपिष्ट्वा ध्रुमथ पिधरौ सन्नमन् उग्रसेनं कृत्वा राजन् अमुच्छैर्यदुकुलमखिलं मोदयन् कामधानैः भक्तानामुत्तमं चोद्धवम् अमरगुरोरापत्नीदिं सखायं लब्ध्वा तुष्टो नगर्यां पवनपुरपदे रुद्धि मे सर्वरोगान्। ॐ
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത്രയും ഭാഗം 75-ാം ദശകം കംസവധം. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഓം തത്സത്.